ഒരു ഉത്തരവില്ല പറയേ. അങ്ങനെയുള്ള ഒരു ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ആണ് ഇവിടെ ഈ നാട്ടിൽ ക്രമസമാധാനത്തിന്റെ ചുമതല ഏറ്റുകൊടുത്തുകൊണ്ട് വലിയ ചുമതലക്കാരനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരത്തിലുള്ള കള്ളക്കേസ് നോക്കി ആളുകളെ ഇത് ഒരു തരത്തിലും അംഗീകരിക്കാൻ വേണ്ടി പറ്റൂല. ഇനി ഡിവൈഎഫ്ഐയുടെ നിരന്തരമായ സമരം നിങ്ങൾ കാണാവശ്യം വരും. ഇവിടെ ഇപ്പോ ഈ സമരം കൊണ്ട് ഇവിടെ റോട്ടിലിരുന്ന് ഞങ്ങളെ പ്രതിഷേധം രേഖപ്പെടുത്താനാണ് ഞങ്ങൾ തീരുമാനിച്ചത്. അതിന്റെ ഭാഗമായിട്ട് അവിടെ വന്നത്. അല്ലാണ്ട് ഞങ്ങൾക്ക് യാതൊരു പേടിയുമില്ല. നിങ്ങൾ ഡിവൈഎസ്പിനോട് പോയി പറഞ്ഞു കൊടുത്തേക്ക്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഈ സ്ക്രീൻഷോട്ട് വിവാദം വന്ന സമയത്ത് തന്നെ ഡിവൈഎഫ്ഐ ആ ഘട്ടത്തിൽ ഡിവൈഎഫ്ഐയുടെ നിലപാട് പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട് ഡിവൈഎഫ്ഐ ഒരു തരത്തിലും അംഗീകരിക്കുന്നില്ല. കഴിഞ്ഞ LDF ഗവൺമെന്റിന്റെ കാലത്ത് ഈ നടപടികളുമായി സഹകരിച്ചവരാണ് ഡിവൈഎഫ്ഐ. ആ LDF ഗവൺമെന്റിന്റെ കാലത്ത് നടപ്പിലാക്കിയ ആ SIT അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥ ടീമിനെ കോടതി പോലും അഭിനന്ദിച്ചതാണ്. എന്നാൽ ഭരണം മാറിയ സമയത്ത് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ കോൺഗ്രസ് ചെയ്യുന്നത് പോലെ അവരുടെ രാഷ്ട്രീയ ഉപയോഗത്തിനു വേണ്ടി കേരളത്തിലെ പോലീസിനെ മാറ്റുന്ന സമീപനം സ്വീകരിക്കുന്നു. പല ഘട്ടത്തിലും ഡിവൈഎഫ്ഐയുടെ ഈ വടകരയിലെ ഓരോ നേതാക്കളെ ചോദ്യം ചെയ്യാൻ പിടിപ്പിക്കുന്നു. ആ സമയത്തും ഡിവൈഎഫ്ഐ സഹകരിച്ചു. എന്നാൽ ഡിവൈഎഫ്ഐയുടെ വടകരയിലെ മുൻ ബ്ലോക്ക് കമ്മിറ്റി അംഗം സഖാവ് ജിതിൻ ഭാസ്കറിനെ യാതൊരു കാരണവുമില്ലാതെ അറസ്റ്റ് ചെയ്യുന്നു. എന്താ ജിതിൻ ഭാസ്കറിനെതിരായിട്ടുള്ള കുറ്റം? ജിതിൻ ഭാസ്കറാണ് ഇത് ഉണ്ടാക്കിയത് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഈ കേരളത്തിലെ പോലീസിനെ ഡിവൈഎഫ്ഐ വെല്ലുവിളിച്ചു. നിങ്ങൾക്ക് സാധ്യമായോ? യാതൊരു കാരണവുമില്ലാതെ ജിതിൻ ഭാസ്കറിനെ ദിവസത്തോളം ജയിലിൽ അടച്ചു. ജിതിൻ ഭാസ്കറിന് പിന്നീട് ജാമ്യം കിട്ടി പുറത്തു വന്നപ്പോ ജിതിൻ ഭാസ്കർ ഒരു കുറിപ്പെഴുതി. ജിതിൻ ഭാസ്കർ പറഞ്ഞത് ഞാനാണ് ഇത് ഉണ്ടാക്കിയത് എന്നതിന് എന്തെങ്കിലും തെളിവ് പോലീസിന്റെ പക്കലുണ്ടോ? ഉടൻ തന്നെ കോൺഗ്രസ്സുകാർ വിളിക്കുകയാണ്. ഇവിടുത്തെ പോലീസിന്റെ ഉന്നത അധികാരികളെ വിളിക്കുന്നു. പോലീസേ പോ, ഇതിന്റെ ജാമ്യം റദ്ദ് ചെയ്യ്. കോൺഗ്രസിന്റെ അടിമകളെ പോലെ ഈ വടകരയിലെ പോലീസ് കോൺഗ്രസിന്റെ ആജ്ഞ കേട്ട് വീണ്ടും ഈ കോടതിയിലേക്ക് പോകുന്നു. ഇതിന്റെ ജാമ്യം റദ്ദ് ചെയ്യണം. കോടതി, ബഹുമാനപ്പെട്ട കോടതി ആ ഹർജി തള്ളി. ഇന്നലെ വേറൊരു സംഭവം ഉണ്ടായല്ലോ. നിങ്ങൾ തുടക്കം മുതൽ ഈ വടകരയിലെ ഡിവൈഎഫ്ഐയുടെ ജില്ലാ കമ്മിറ്റി അംഗവും ഈ വടകരയിലെ പൊതുപ്രസ്ഥാനത്തിന്റെ അമരക്കാരനുമായ റിബേഷ് മാസ്റ്റർ പ്രതിയാക്കാൻ വേണ്ടി നിരന്തരമായി നിങ്ങൾ ശ്രമിച്ചു. റിബേഷ് മാസ്റ്റർ കൊച്ചുകുട്ടികളെ അക്ഷരങ്ങൾ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനാണ്. ആ സ്കൂളിലേക്ക് എത്ര തവണ ഇവിടുത്തെ ലീഗിന്റെ കാബാലികർ മാർച്ച് നടത്തി, കേട്ടാൽ അറയ്ക്കുന്ന ഭാഷയിൽ അവിടെ പ്രസംഗം നടത്തി. റിബേഷ് മാസ്റ്റർ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി പരിഗണിച്ചു. റിബേഷ് മാഷിനും ജാമ്യം കിട്ടി. അങ്ങനെ ഇവിടെയുള്ള SIT ലഭ്യരായി നിൽക്കുമ്പോഴാണ് ഇന്ന് രാവിലെ കോൺഗ്രസിന്റെ DCC പ്രസിഡന്റിന്റെ ഒരു പ്രസ്താവന വന്നത്. DCC പ്രസിഡന്റ് പറയുകയാണ് ഇതിൽ ഇനിയും അറസ്റ്റ് നടത്തും. അങ്ങനെ DCC പ്രസിഡന്റിന്റെ പ്രസ്താവന വരുമ്പോ നിമിഷ നേരങ്ങൾ കൊണ്ട് കോൺഗ്രസിന്റെ തിണ്ണനിരങ്ങികളായ ഈ വടകരയിലെ പോലീസ് വീണ്ടും അറസ്റ്റ് ചെയ്യുകയാണ്.
കോടതിയിലെത്തിയപ്പോ സഖാവ് അമലിന് ജാമ്യം ലഭിക്കുന്നു. ഇത് എന്തിന്റെ അടിസ്ഥാനത്തിലായാലും അവസാനിപ്പിക്കുന്നതാ ഈ വടകരയിലെ പോലീസിന് നല്ലത്. 102 അംഗങ്ങളുടെ ബലത്തിലാണല്ലോ ഈ സകല തോന്നിവാസങ്ങളും കോൺഗ്രസ് പറയുമ്പം നടപ്പിലാക്കുന്നത്. ഈ കോഴിക്കോട് ജില്ലയിൽ മാത്രം 3500 യൂണിറ്റുകൾ ഡിവൈഎഫ്ഐക്കുണ്ട്. ഡിവൈഎഫ്ഐ ഒരു കോൾ ചെയ്താൽ 10,000-കണക്കിന് സഖാക്കൾ ഇവിടെ ഒഴുകിയെത്തും. ഈ 100 ആളെ തടയാനുള്ള ബലം നിങ്ങൾക്കില്ല. അങ്ങനെ 10,000-കണക്കിന് സമര വളണ്ടിയർമാർ ഈ പോലീസ് സ്റ്റേഷനിലേക്ക് കടന്നു വരുമ്പോ നിങ്ങൾ പറന്നുപോകും. ഒരു തർക്കവും നിങ്ങൾക്ക് വേണ്ട. അതിലേക്ക് ഞങ്ങളെ കൊണ്ടുപോവാതെത്തിക്കുക എന്നതാണ് ഭാവിയിൽ നിങ്ങൾ ചെയ്യേണ്ട പ്രവർത്തനം. ഡിവൈഎഫ്ഐയെ സംബന്ധിച്ച് ഈ നാട്ടിലെ സഖാക്കൾ, ഈ നാട്ടിലെ ഡിവൈഎഫ്ഐ പ്രവർത്തകരെ കണ്ണിലെ കിട്ടമണി പോലെ ഞങ്ങൾ സംരക്ഷിക്കും. അതാണ് ഡിവൈഎഫ്ഐയുടെ പാരമ്പര്യം. നിങ്ങൾക്ക് കുറെ ആയുധങ്ങൾ ഉണ്ടാവും. നിങ്ങൾ ഒരുക്കി കുട്ടിവെച്ച ബാലറ്റ് ഉണ്ടാവും, ബാരിക്കേഡ് ഉണ്ടാവും, ലാത്തി ഉണ്ടാവും, ടിയർ ഗ്യാസ് ഉണ്ടാവും, ഗ്രനേഡ് ഉണ്ടാവും. ഞങ്ങളുടെ കയ്യിൽ ഒരായുധവുമില്ല. പക്ഷേ ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന പ്രത്യയ ശാസ്ത്ര രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം നിങ്ങൾ ഈ പറയുന്ന ആയുധങ്ങളെ എല്ലാം കവച്ചു വെക്കുന്നതാണ് എന്ന നല്ല ധാരണ നിങ്ങൾക്ക് വേണം. ഈ വടകരയിലെ ഡിവൈഎഫ്ഐയെ, ഈ വടകരയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ചരിത്രം പഠിക്കുന്നത് നിങ്ങൾ നല്ലതാ. നിങ്ങളെക്കാട്ടും വലിയ സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടത്തിന്റെ ഭാഗമായി ജീവൻ നഷ്ടപ്പെടുമ്പോഴും അരിവാളും ചുറ്റികയും വരച്ച മണ്ടോടിക്കണ്ണന്റെ പാരമ്പര്യമാണ് ഈ വടകരയിലെ പ്രസ്ഥാനത്തിനുള്ളത്. നിങ്ങൾ ഈ ബാരിക്കേഡും നിങ്ങൾ ഈ ലാത്തിയും തോക്കും എല്ലാം കൊണ്ടുവാ. അതിനെയെല്ലാം ചെറുത്തു തോൽപ്പിക്കുന്ന ഐതിഹാസികമായ പോരാട്ടത്തിന് ഈ ഡിവൈഎഫ്ഐ നേതൃത്വം കൊടുക്കും.